കൗരവർ കൈയടക്കി വച്ചിരുന്ന പാണ്ഡവരുടെ രാജ്യം തിരികെ കിട്ടാൻ വേണ്ടി നടന്ന പല ശ്രമങ്ങളിൽ ഒന്നുപോലും വിജയിച്ചില്ല. ഒടുവിൽ ഒരു യുദ്ധം അനിവാര്യമാകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു. പകുതി രാജ്യം തന്നില്ലെങ്കിൽ 5 ഗ്രാമങ്ങളെങ്കിലും തന്നാൽ തങ്ങൾ സമാധാനത്തോടെ കഴിഞ്ഞുകൊള്ളാമെന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടിട്ടും ഗ്രാമങ്ങൾ പോയിട്ട് ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് കൊടുക്കുകയില്ലെന്ന് ദുര്യോധനൻ വാശി പിടിച്ചു. ഇതെല്ലാം കേട്ട് രാജാവായ ധൃതരാഷ്ട്രർ വളരെ നിരാശപ്പെട്ടു. തൻ്റെ മകൻ്റെ ദുർവാശികൾക്ക് ഒത്തുനിന്നത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഒടുവിൽ വിതുരർ നൽകിയ ഉപദേശങ്ങൾ സ്വീകരിച്ച് ശ്രീകൃഷ്ണനിൽ അഭയം തേടുവാൻ രാജാവ് തീരുമാനിക്കുന്നു. ഒരു അവസാന ശ്രമമെന്ന രീതിയിൽ ശ്രീകൃഷ്ണൻ കൗരവസഭയിലെത്തി പാണ്ഡവർക്ക് വേണ്ടി സംസാരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടു. പക്ഷേ യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായാൽ അത് പാണ്ഡവർക്ക് നല്ലതല്ലേ എന്ന ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് യുധിഷ്ഠിരൻ യോജിച്ചു. ഇത് കേട്ടപ്പോൾ ഭീമസേനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. കഴിയുന്നതും സന്ധി ചെയ്യാൻ നോക്കണം. യുദ്ധം ചെയ്യണം എന്നൊന്നും പറഞ്ഞ് ദുര്യോധനനെ ഭയപ്പെടുത്തരുത്. ദുര്യോധനൻ മരിച്ചാലും അയാളുടെ പിടിവാശിയിൽ നിന്നും പിന്മാറുകയില്ല. അങ്ങ് ഓർക്കുന്നുണ്ടല്ലോ, സുഹൃത്തുക്കളും സ്വന്തം ജാതിക്കാരുമായവരെയെല്ലാം ഒന്നടങ്കം വധിച്ച 18 രാജാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുലദ്രോഹിയായ ദുര്യോധനൻ ഈ വംശം മുഴുവൻ നശിപ്പിക്കുവാൻ പിറന്നവനാണ്. അയാളോട് യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചാൽ വാശി കൂടി യുദ്ധം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് അയാളെ സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. കൃഷ്ണ, വേണമെങ്കിൽ ഞങ്ങളെടുത്ത പ്രതിജ്ഞകളെല്ലാം മറന്ന് അയാളുടെ അടിമയാകാനും തയ്യാറാണ്. ഒരു കാരണത്താലും ഞങ്ങൾ കാരണം ഈ വംശത്തിന് ഒരു നാശം ഉണ്ടാകരുത്. അതുകൊണ്ട് ദുര്യോധനന് കാര്യങ്ങൾ മനസ്സിലാകുന്ന തരത്തിൽ അങ്ങ് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഭീമൻ ഇത്രമേൽ വിനയത്തോടെ സംസാരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത് കേട്ട് ശ്രീകൃഷ്ണൻ അത്ഭുതത്തോടെ പൊട്ടിച്ചിരിച്ചു. ഭീമൻ്റെ ഈ ഭാവം കണ്ട് അയാളെ ഉത്സാഹിയാക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭീമ, ഇതെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഗദ ഉയർത്തിപ്പിടിച്ച് നീ എടുത്ത പ്രതിജ്ഞകൾ ഒക്കെ മറന്നോ? യുദ്ധത്തിൽ ദുര്യോധനൻ്റെ രക്തത്തിന് വേണ്ടി നീ ദാഹിച്ചിരുന്നില്ലേ? സാധാരണ സൈനികർക്ക് യുദ്ധമടുത്തു വരുമ്പോൾ ഉത്സാഹം നഷ്ടപ്പെടുന്നത് പോലെ നിനക്കും സംഭവിച്ചു. മരുതി, നിന്റെ വംശം, മുൻപത്തെ പ്രവർത്തികൾ ഒക്കെ ഒന്ന് ഓർത്തു നോക്കൂ. നീ ഒരിക്കലും വിഷാദത്തിന് അടിമപ്പെടരുത്. നിന്റെ മനസ്സിലുള്ള ദൈന്യത ഉപേക്ഷിക്കണം. ഇത് നിനക്ക് ചേർന്നതല്ല. വെറുതെ അധൈര്യപ്പെടുകയാണോ? നിഷ്ഫലമായ വിഷാദത്തിന് നീ അടിമപ്പെടരുത്. ക്ഷത്രിയോചിതമായ കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കൂ. ഭീമൻ പറഞ്ഞു, കൃഷ്ണ, എൻ്റെ വാക്കുകളെ അങ്ങ് ശരിയായി മനസ്സിലാക്കിയില്ല. അങ്ങ് ചിന്തിച്ചത് മറ്റൊന്നാണ്. ഞാൻ മറ്റു ചില കാര്യങ്ങളാണ് മനസ്സിൽ ആലോചിച്ചുറച്ചത്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എങ്കിലും അങ്ങനെ ശരിയായി മനസ്സിലാക്കിയില്ല എന്നതുകൊണ്ട് പറയുകയാണ്. എൻ്റെ പൗരുഷത്തിലും കരുത്തിലും തികഞ്ഞ വിശ്വാസം എനിക്കുണ്ട്. ഈ ഉരുക്കിനേക്കാൾ ശക്തിയുള്ള പേശികൾക്കിടയിൽപ്പെട്ട് ജീവനോടെ പുറത്തു വരുവാൻ കൽപ്പുള്ളവർ ആരെയും ഞാൻ കാണുന്നില്ല. എൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആർക്കും കഴിയില്ല. ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഏതൊരു ക്ഷത്രിയനെയും ഞാൻ നിലത്തിട്ട് ചവിട്ടും. കൃഷ്ണ, ഈ ലോകം മുഴുവൻ ഇളകിമറിഞ്ഞ് എനിക്ക് നേരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊക്കെ ആണെങ്കിലും എവിടെയും ശാന്തിയും സമാധാനവും നിലനിൽക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശാന്തിയും സമാധാനവും നിലനിൽക്കേണ്ടത് സൗഹൃദത്തിന് വേണ്ടിയാണ്. ശാന്തിയുണ്ടായാൽ ഈ പറഞ്ഞതെല്ലാം വന്നുകൊള്ളും. കാരുണ്യം കാട്ടേണ്ടി വരുമ്പോൾ എന്ത് കഷ്ടപ്പാടുണ്ടായാലും സഹിക്കാം. എന്നാലും ഭാരതവംശത്തിന് ക്ഷയമുണ്ടാകരുത്. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഭീമ, നിന്റെ കരുത്തും പരാക്രമവും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എൻ്റെ ക്രോധമോ ബുദ്ധിയോ കാണിക്കാനല്ല, നിന്റെ മനോഗതി ഒന്നറിയാൻ ശ്രമിച്ചതാണ്. ഇത്രമേൽ കരുത്തും പരാക്രമവുമുള്ള നിന്നെ പഴിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറണം, കാര്യങ്ങൾ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെടുവാൻ ഞാൻ നാളെ ധൃതരാഷ്ട്രരെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യം രാജാവ് അംഗീകരിച്ചാൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യം ഉണ്ടാകും. അതല്ല, അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ യുദ്ധം തന്നെ വേണ്ടിവരും. യുദ്ധം വേണ്ടി വന്നാൽ സൈന്യത്തിൻ്റെ നായകൻ നീയായിരിക്കണം. അർജുനൻ നിൻ്റെ സഹായത്തിനുണ്ടാകും. മറ്റുള്ളവർ നിൻ്റെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും. അർജുനൻ്റെ രഥം തെളിക്കുന്നത് ഞാനായിരിക്കും. അതുതന്നെയാണ് പാർത്ഥൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ നേരിട്ട് പൊരുതുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതരുത്.
അതുകൊണ്ടാണ് നീ ഒരു ഭീരുവിനെ പോലെ സംസാരിച്ചതിനെ ഞാൻ സംശയിച്ചത്. ഇത് കേട്ടിട്ട് അർജുനൻ പറഞ്ഞു, കൃഷ്ണ, എല്ലാ കാര്യങ്ങളും അങ്ങയുടെ യുധിഷ്ഠിര രാജാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ ഭാവം കണ്ടിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദുഷ്ടമനസ്സുകൊണ്ട് ഒരു സന്ധി സംഭാഷണം ഫലിക്കില്ല എന്ന് തോന്നുന്നുവല്ലോ. പക്ഷേ കാര്യങ്ങൾ യഥാവിധി രാജാവിനെ ബോധ്യപ്പെടുത്തിയാൽ എല്ലാം സുഗമമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് സന്ധി ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാം അങ്ങ് യുക്തിപൂർവ്വം തീരുമാനിക്കുക. അങ്ങയുടെ തീരുമാനം എന്തു തന്നെയായാലും ഞങ്ങൾക്ക് അതെല്ലാം സമ്മതമാണ്. പക്ഷേ ജ്യേഷ്ഠനായ യുധിഷ്ഠിര രാജാവിൻ്റെ ഐശ്വര്യമെല്ലാം കള്ളച്ചതിലൂടെ നേടി ഞങ്ങളെ ശിക്ഷിച്ച ദുര്യോധനനും അയാളുടെ ബന്ധുക്കളുമെല്ലാം ഈ സമ്പത്തെല്ലാം അപഹരിച്ചെടുത്തതിൻ്റെ പേരിൽ വധിക്കപ്പെടേണ്ടവരല്ലേ? ദ്രൗപദിയെ സഭാമധ്യത്തിൽ കൊണ്ടുവന്ന് അപമാനിച്ചത് കണ്ടു നിൽക്കേണ്ടി വന്ന നിസ്സഹായത അങ്ങേക്ക് ഊഹിക്കാൻ കഴിയുമോ? അവർ ദ്രൗപദിയുടെ നേർക്ക് പൊഴിച്ച അസംബന്ധ വാക്കുകൾ എങ്ങനെ മറക്കാൻ കഴിയും? ഒരു സ്ത്രീ നിസ്സഹായയായി അഭ്യർത്ഥിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ധർമ്മത്തിൻ്റെ പേരിൽ കഴിയാതെ പോകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കാട്ടിക്കൂട്ടിയ ദുര്യോധനൻ സൗഹാർദ്ദത്തോടെ നമ്മോട് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങ് പാണ്ഡവർക്ക് ഹിതകരമായതെന്തോ അതെത്രയും വേഗം ചെയ്യുക. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, നീ പറയുന്നത് ശരിയാണ്. നിങ്ങൾക്ക് നന്മ വരുന്നതേ ഞാൻ ചെയ്യുകയുള്ളൂ. ദുഷ്ടനായ ദുര്യോധനൻ ധർമാധർമ്മങ്ങളെ വകവയ്ക്കാതെ തന്നിഷ്ടപ്രകാരമാണ് എല്ലാം ചെയ്യുന്നത്. അയാളിലെ നീച്ച സ്വഭാവത്തെ കർണൻ, ശകുനി, ദുശാസനൻ തുടങ്ങിയവർ ആളിക്കത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കനുകൂലമായ ഒരു തീരുമാനമെടുക്കുവാൻ അയാൾ തയ്യാറാകില്ല. അർദ്ധരാജ്യം നിങ്ങൾക്ക് തരുന്നതിനെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എല്ലാം നശിപ്പിക്കുന്ന ഒരു യുദ്ധത്തിലെ അത് ചെന്ന് അവസാനിക്കൂ. ദുര്യോധനൻ്റെ മനസ്സും എൻ്റെ ചിന്താഗതിയും നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഒരു സന്ധി സംഭാഷണത്തിലൂടെ എല്ലാം ശുഭമാകുമെന്ന് എങ്ങനെ കരുതാൻ കഴിയും? എങ്കിലും യുധിഷ്ഠിര രാജാവിൻ്റെ ആജ്ഞയെ പാലിക്കുക തന്നെ വേണം. പിന്നീട് നകുലനാണ് സംസാരിച്ചത്. ഭഗവാനെ, ജ്യേഷ്ഠൻ ധർമ്മരാജൻ പറഞ്ഞതെല്ലാം അങ്ങ് കേട്ടു. ഭീമസേനൻ സന്ധി സംഭാഷണം വേണമെന്ന് പറയുകയും തൻ്റെ കൈക്കരുത്തിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അർജുനൻ പറഞ്ഞതിനുള്ള മറുപടി അങ്ങ് നൽകി. അങ്ങ് ശത്രുക്കളായ കൗരവരുടെ മനോഭാവം അനുസരിച്ച് വേണ്ടത് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. വനവാസകാലത്തും അജ്ഞാതവാസകാലത്തും രാജ്യം കിട്ടണമെന്ന ഒരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇന്നത് മാറിയിരിക്കുന്നു. അതിനാൽ അങ്ങ് ആദ്യം സന്ധിക്ക് വേണ്ടി ശ്രമിക്കുക. പിന്നീട് യുദ്ധത്തിൻ്റെ ഭീഷണി മുഴക്കിയാൽ മതി. സംസാര രീതിയിൽ മൂഢനായ ദുര്യോധനന് ദുഃഖമുണ്ടാകാതെ അങ്ങ് ശ്രദ്ധിക്കണം. യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മുടെ വീരയോദ്ധാക്കളായ സാത്യകി, വിരാടൻ, ദ്രുപദൻ, ഭീമസേനൻ, അർജുനൻ, ഉത്തരൻ, ദൃഷ്ടദ്യുമ്നൻ, അങ്ങ് തുടങ്ങിയവരെയൊക്കെ നേരിടാൻ ആർക്ക് കഴിയുമെന്നവർ ചിന്തിക്കണം. ഇത് കേട്ടാൽ ഭീഷ്മർ, ദ്രോണർ എന്നിവർ വിവരങ്ങൾ ധരിച്ച് അവരെ വേണ്ടവണ്ണം ഉപദേശിച്ചുകൊള്ളും. ഇതെല്ലാം കേട്ടുനിന്ന ശേഷം സഹദേവൻ പറഞ്ഞു, ഭഗവാനെ, ധർമ്മപുത്ര മഹാരാജാവ് പറഞ്ഞത് സനാതനധർമ്മമാണ്. പക്ഷേ അങ്ങ് യുദ്ധം ഉണ്ടാകത്തക്ക വിധത്തിൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കൗരവർ സന്ധി ചെയ്യാൻ തയ്യാറായാലും അങ്ങതിന് വഴിപ്പെടരുത്. യുദ്ധം ഉണ്ടാകുക തന്നെ വേണം. ദ്രൗപദിക്ക് സഭയിൽ വെച്ചുണ്ടായ അപമാനം കണ്ടു നിന്നപ്പോൾ ഉണ്ടായ ക്രോധം ആ നീചനെ വധിക്കാതെ എങ്ങനെ തീരും? അപ്പോൾ സാത്യകി പറഞ്ഞു, ഭഗവാനെ, സഹദേവൻ പറഞ്ഞതാണ് ശരി. പാണ്ഡവർക്കുണ്ടായ അപമാനങ്ങൾ എങ്ങനെ മറക്കാൻ കഴിയും? ദുര്യോധനൻ്റെ പ്രാണനെടുത്തെങ്കിലേ ആത്മശാന്തി ലഭിക്കുകയുള്ളൂ. യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന ഓരോ രാജാക്കന്മാരുടെ അഭിപ്രായമാണ് സഹദേവൻ പറഞ്ഞത്. അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും യോദ്ധാക്കളുമെല്ലാം സാത്യകിയുടെ അഭിപ്രായത്തെ ഹർഷാരവത്തോടെ അംഗീകരിച്ചു. ഈ ചർച്ചകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ദ്രൗപദിയും അവിടെ ഉണ്ടായിരുന്നു. അവൾ തൊഴുകൈകളുമായി കൃഷ്ണൻ്റെ മുന്നിലെത്തി. കൃഷ്ണ, അങ്ങ് എൻ്റെ വാക്കുകൾ കൂടി കേട്ടാലും സഹദേവനും സാത്യകിയും പറഞ്ഞതാണ് ശരി. ഞങ്ങളുടെ രാജ്യവും സമ്പത്തും തട്ടിയെടുക്കുവാൻ വേണ്ടി ദുര്യോധനൻ ചെയ്തതെല്ലാം അങ്ങേക്കറിയാം. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ദൗത്യവുമായി വന്ന സഞ്ജയൻ പറഞ്ഞതും അങ്ങ് കേട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ചേരേണ്ട രാജ്യം വിട്ടുകിട്ടാതെ ഒരു സന്ധി ചർച്ചകൾക്കും അങ്ങ് അനുവദിക്കരുത്. പാണ്ഡവരെ സഹായിക്കാൻ എത്തിയിട്ടുള്ള രാജാക്കന്മാരുടെ പിൻബലത്തിൽ കൗരവരെ നേരിടുവാൻ ഇവർക്ക് നിസ്സാരമായി കഴിയും. സമാധാനവും സൗഹൃദവും കൊണ്ട് വഴങ്ങുന്നവരല്ല കൗരവർ. അതുകൊണ്ട് അങ്ങ് ഒരു വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകരുത്. അവരെ ശിക്ഷിക്കേണ്ട രീതിയിൽ തന്നെ ശിക്ഷിക്കണം.
കൃഷ്ണ, വധിക്കേണ്ടാത്തവരെ വധിക്കുന്നത് പാപമാകുന്നത് പോലെ വധിക്കേണ്ടവരെ വധിക്കാതിരിക്കുന്നതും പാപമാണ്. ആ പാപം അങ്ങ് ചെയ്യരുത്. ഇത്രയും ദുഃഖങ്ങൾ സഹിച്ച ഒരു സ്ത്രീ എന്നെപ്പോലെ മറ്റാരുണ്ട്? ദ്രുപദ മഹാരാജാവിന് യജ്ഞകുണ്ഠത്തിൽ നിന്നും ലഭിച്ച മകൾ, ശക്തനായ ദൃഷ്ടദ്യുമ്നൻ്റെ ഭഗിനി, അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്ത, പാണ്ഡു മഹാരാജാവിൻ്റെ മരുമകൾ, തേജസ്വികളായ പാണ്ഡവരുടെ ധർമ്മപത്നി, ഈ മാന്യസ്ഥാനങ്ങളെല്ലാം വഹിക്കുന്ന എന്നെ കൗരവസഭയിലേക്ക് മുടുക്കി കുത്തിപ്പിടിച്ച് ഒരടിമപ്പെണ്ണിനെ പോലെ വലിച്ചിഴച്ചില്ലേ? യാദവരും പാഞ്ചാലരുമെല്ലാം ജീവച്ഛവങ്ങളായി ഇരുന്നതല്ലാതെ കൗരവർക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കുക പോലും ചെയ്തില്ല. ഈ പാണ്ഡവർ ശിലാപ്രതിമകളെ പോലെ നിന്നതല്ലാതെ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തില്ല. ഭഗവാനെ, അതുകൊണ്ടാണ് കൃഷ്ണ പറയുന്നത്, എൻ്റെ ദുഃഖം അങ്ങെങ്കിലും അറിയണം. ഒരു നിമിഷ നേരത്തേക്ക് പോലും ഇനി ദുര്യോധനൻ ജീവിച്ചിരിക്കരുത്. അത് സവ്യസാചിയായ അർജുനൻ്റെ അസ്ത്രശക്തിയും പല സഹസ്രം ഗജങ്ങൾക്കുള്ളതിനേക്കാൾ ബലമുള്ള ഭീമൻ്റെ ശൗര്യത്തിനും അപമാനമാണ്. എന്നെ പ്രതി ഒരു കണികയോളമെങ്കിലും അലിവ് അങ്ങയ്ക്കുണ്ടെങ്കിൽ അങ്ങ് കൗരവരോട് ദയവ് കാട്ടരുത്. ദുശാസനൻ പിടിച്ചു വലിച്ച കറുത്തിരുണ്ട കേശഭാരം ഉയർത്തി കാണിച്ചുകൊണ്ട് പാഞ്ചാലി കണ്ണുനീരൊഴുക്കി. ഭഗവാനെ, കൗരവരുമായി സന്ധി ചെയ്യാനാണല്ലോ അങ്ങ് പുറപ്പെടുന്നത്. പക്ഷേ അപ്പോഴും അങ്ങ് ദുശാസനൻ പിടിച്ചഴിച്ച ഈ തലമുടി മറക്കരുത്. ഭീമനും അർജുനനും കൗരവരെ നേരിടാൻ ഭയമാണെങ്കിൽ എൻ്റെ വൃദ്ധനായ പിതാവ് ശക്തന്മാരായ പുത്രന്മാരുമായി എത്തി കൗരവരോട് പൊരുതിക്കൊള്ളും. അതുപോലെ തന്നെ ഈ പഞ്ചപാണ്ഡവർക്കും എന്നിൽ ഭൂജാതരായ മക്കളും അഭിമന്യുവും എൻ്റെ പിതാവിനെ സഹായിക്കുവാൻ ഉണ്ടായിരിക്കും. കൃഷ്ണ, എൻ്റെ മുടിയിൽ പിടിച്ച ദുശാസനൻ്റെ കറുത്തു ഭീഷണമായ ആ കൈ നിലത്ത് വീണ് മണ്ണും പൊടിയും പിടിച്ച് പിടയ്ക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സെങ്ങനെ ശാന്തമാകും? കഴിഞ്ഞ 13 വർഷങ്ങളായി ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന കോപം ഇന്ന് ഭീമസേനൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം 100 കഷണങ്ങളായി നുറുങ്ങി വീണു. ഇപ്പോഴും ഇവർ ധർമ്മം മാത്രമാണ് പറയുന്നത്. അപ്പോഴേക്കും ദ്രൗപദി പൊട്ടിക്കരഞ്ഞുപോയി. ഇതെല്ലാം കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണേ, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. വൈകാതെ കൗരവപത്നിമാർ കണ്ണീർ വാർക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. നിന്റെ കോപത്തിന് കാരണക്കാരായവരെ സഹായിക്കുന്ന എല്ലാവരുടെയും പത്നിമാർ ഇതിലും ദൈന്യതയോടെ കരയുന്നത് നിനക്ക് കേൾക്കാം. നിന്റെ പതിയായ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ഞാനും മറ്റു പാണ്ഡവരും അതിനായി പ്രവർത്തിക്കും. അവരുടെ കാലദോഷം കൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാർ എൻ്റെ വാക്കുകൾ അവഗണിച്ചാൽ യുദ്ധഭൂമിയിൽ അവരുടെ ശരീരം നായ്ക്കളും കുറുക്കന്മാരും പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഭക്ഷണമാക്കും. കൃഷ്ണനെ, ഹിമവാൻ ഇളകി മറിഞ്ഞേക്കാം, നക്ഷത്രങ്ങൾ തിളങ്ങുന്ന ആകാശം തകർന്നു വീണേക്കാം, ഭൂമി തകർന്ന് ഛിന്നഭിന്നമായേക്കാം. എങ്കിലും എൻ്റെ വാക്കുകൾ അസത്യമാകില്ല. നീ കണ്ണുനീർ തുടയ്ക്കൂ. ഞാനിതാ നിൻ്റെ മുന്നിൽ ശപഥം ചെയ്യുന്നു. വളരെ വൈകാതെ തന്നെ നിൻ്റെ ഭർത്താക്കന്മാർ പ്രതാപവും ഐശ്വര്യവും തികഞ്ഞ ഭൂമിപാലകന്മാരാകും. അപ്പോൾ അർജുനൻ ഇടപെട്ട് പറഞ്ഞു, കൃഷ്ണ, ഇപ്പോൾ കുരുവംശജാതർക്ക് ഹിതകരനായ വ്യക്തിയാണങ്ങ്, ഇരുപക്ഷത്തിനും ചേർന്ന ബന്ധുവും. ആ നിലയ്ക്ക് പാണ്ഡവർക്കും കൗരവർക്കും ഹിതകരമായ ഒരു തീരുമാനം അവരെ കൊണ്ടെടുപ്പിക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാർത്ഥ, നമുക്കും കൗരവർക്കും ഹിതകരമായ കാര്യങ്ങളെ ഞാൻ മുന്നോട്ട് വയ്ക്കൂ. ഇനി ഞാൻ ധൃതരാഷ്ട്രരെ ചെന്ന് കാണട്ടെ. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.